ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ജാവ പ്രോഗ്രാമിംഗ് ലെക്ചർ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൺട്രോൾ ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്? These are the statements which decides what to execute and when. എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ്, അതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് രണ്ടെണ്ണമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതേപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ്, ഇത് രണ്ടുമാണ് നമുക്ക് കൺട്രോൾ ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെ 4 ടൈപ്പ് ആണ്. അതിൽ ഒന്നാമത്തേത് സിമ്പിൾ ഇഫ്, ഇഫ്, രണ്ടാമത്തേത് ഇഫ് എൽസ്, മൂന്നാമത്തേത് നെസ്റ്റഡ് ഇഫ്, നാലാമത്തേത് എൽസ് ഇഫ് ലാഡർ. ഓക്കെ, ഇപ്പൊ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഇഫ് കഴിഞ്ഞ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നു. ഈ രീതിയിലാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്നും എന്താണ്, എങ്ങനെയാണ് ഇത് നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി എഴുതുന്നത്, അതിനൊരു എക്സാമ്പിൾ ഈ രീതിയിൽ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് സിമ്പിൾ ഇഫ് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ഇഫ് അപ്പൊ ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സിൻടാക്സ് എന്താണ്. പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിൻടാക്സ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചത്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സിൻടാക്സ് ഉണ്ട്. അതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്, ജനറൽ സിൻടാക്സ്. ഈ സിമ്പിൾ ഇഫിന്റെ ജനറൽ സിൻടാക്സ് ആണ്. ആദ്യം ഇഫ് എന്ന് കൊടുക്കുന്നു, ദെൻ കണ്ടീഷൻ, then curly brace ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ആണ്, അതായത് നമുക്ക് ആവശ്യമായ സ്റ്റേറ്റ്മെന്റ്സ്, then curly brace ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ജനറൽ സിൻടാക്സ്. അതായത് ഇഫ് എന്നുള്ളത് ഒരു കീവേഡ് ആണ്, then ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അത് ശരിയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത്ര മാത്രമേ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇഫ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്താവാം, പ്രിന്റ് ചെയ്യാനുള്ളതാവാം, കാൽക്കുലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യാനുള്ളതാവാം, എന്ത് വേണമെങ്കിലും ആവാം. അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഇന്റ് a ഈക്വൽസ് 5 b ഈക്വൽസ് 3 ഇഫ്, ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എന്ന് കൊടുത്തു, ദെൻ ബ്രാക്കറ്റിനുള്ളിൽ a ഗ്രേറ്റർ ദാൻ b, ഇതാണ് കണ്ടീഷൻ. എ ബിയേക്കാൾ വലുതാണോ ചെക്ക് ചെയ്യാണ്, എ ബിയേക്കാൾ വലുതാണോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ദെൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രിന്റ് ചെയ്യാണ്, എനിക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുക്കുന്നു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ. ഇത് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ നമ്മൾ ജാവയിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഞാൻ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ എ ഈസ് ലാർജ്. ഓക്കെ, അപ്പൊ എ ഈസ് ലാർജ് എന്ന് പ്രിന്റ് ചെയ്യും, ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ. എ ബിയേക്കാൾ വലുതാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, എ ഈസ് ലാർജ് എന്നുള്ളതായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം കോഡ് സെഗ്മെന്റിന്റെ ഔട്ട്പുട്ട്. കാരണം എന്താ, ഇവിടെ എ 5 ആണ്, ബി 3 ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ഡെഫിനറ്റ്ലി എ തന്നെയാണ് എന്ത് വലുത്. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ഇഫ്. ഇനി രണ്ടാമത്തേത്, ഇതിൽ വരുന്ന രണ്ടാമത്തേത് എൽസ് ഇഫ് അല്ലെങ്കിൽ ഇഫ് എൽസ്. രണ്ടാമത്തേതാണ് ഇഫ് എൽസ്. വളരെ ഈസിയാണ്. ഇതിനും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന്റെ സിൻടാക്സ് ആണ്. പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിൻടാക്സ് എന്താണ്. അപ്പൊ ഈ സിൻടാക്സ് നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല, കാരണം ഇത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ്, ഇഫ് എന്ന് കൊടുക്കുന്നു, ദെൻ കണ്ടീഷൻ കൊടുക്കുന്നു. കണ്ടീഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ, ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ആവശ്യമായി കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, അത് കൊടുക്കുന്നു. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൽസ്, ഇതൊരു കീവേഡ് ആണ്, എൽസ്. ഈ കണ്ടീഷൻ തെറ്റാവുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യണം, ഈ കണ്ടീഷൻ ഫാൾസ് ആവുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പം എൽസ് കൊടുത്തതിന് ശേഷം കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ദെൻ സ്റ്റേറ്റ്മെന്റ്സ്.
ഓക്കെ, ഇതാണ് ഇഫ് എൽസിന്റെ ജനറൽ സിൻടാക്സ്. വളരെ ഈസി അല്ലേ? നേരത്തെ ഇതുവരെ നമ്മൾ എന്താണ് നേരത്തെ സിമ്പിൾ ഇഫിൽ പറഞ്ഞ സാധനം തന്നെയാണ്. ഇവിടെ എക്സ്ട്രാ എന്ത് വരുന്നു? ഒരു എൽസ് കണ്ടീഷൻ വരുന്നു. ഈ ഇഫ് ഫോൾസ് ആണെങ്കിൽ, ഈ ഇഫ് അല്ലെങ്കിൽ അതാണ് എൽസ്. ആ ടേം തന്നെ, ആ ടേമിന്റെ മീനിങ് തന്നെ മനസ്സിലാക്കാം. ഈ ഇഫ് ഫോൾസ് ആവുന്ന സമയത്ത്, ഈ ഇഫ് കണ്ടീഷൻ തെറ്റുന്ന സമയത്ത് എൽസ് വർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. നേരത്തെ സെയിം എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ. ഇന്റ് a equals 5, b equals 3 if a greater than b then system dot out dot println. ഞാൻ ഷോർട്ട് ആക്കി എഴുതാണ്, നിങ്ങൾ ഇങ്ങനെ എഴുതരുത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ തന്നെ എഴുതണം. ഞാൻ ഇവിടെ ഷോർട്ട് ആക്കി പറയാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ a is large, a is large ഡബിൾ കോട്സിനുള്ളിൽ കൊടുത്താൽ അത് പ്രിന്റ് ചെയ്യും. ഇവിടെ a b യേക്കാൾ വലുതാണെങ്കിൽ a is large എന്ന് പ്രിന്റ് ചെയ്യുക. എൽസ് അല്ലെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ b is large. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായല്ലോ? വളരെ ഈസിയാണ്. ഇപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടെ എ ബി യേക്കാൾ വലുതായതുകൊണ്ട് എ ഈസ് ലാർജ് തന്നെ ആയിരിക്കും. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ഇത് തന്നെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, വളരെ ഈസിയാണ്. ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ തെറ്റുന്ന സമയത്ത് എൽസ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്തായിരിക്കും? നെസ്റ്റഡ് ഇഫ് ആ ഒരു ടേമിൽ തന്നെ ഉണ്ട്. ഇഫ് സ്റ്റേറ്റ്മെന്റ് വിത്തിൻ അനദർ ഇഫ്, ഒരു ഇഫിന്റെ ഉള്ളിൽ മറ്റൊരു ഇഫ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും നെസ്റ്റഡ് ആണ്. നെസ്റ്റഡ് ആണ്. ഒരു ഇഫിന്റെ ഉള്ളിൽ മറ്റൊരു ഇഫ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു നെസ്റ്റഡ് ഇഫ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ നേരത്തെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത അതേപോലെ സിൻടാക്സ് ആണ് ആദ്യം പറയാനുള്ളത്. നമ്മൾ ആദ്യം എന്താണ്? ഇഫ് എന്ന് കൊടുക്കുന്നു, ദെൻ കണ്ടീഷൻ, കണ്ടീഷൻ 1 കൊടുക്കുന്നു. ദെൻ ആ ഒരു ഇഫ് ട്രൂ ആണെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഒരു ഇഫ് കൊടുക്കുന്നു. ദെൻ കണ്ടീഷൻ, അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ 2. അത് ട്രൂ ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ്, എന്തെങ്കിലും നമുക്ക് ആവശ്യമായ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യുന്നു. ദെൻ ആ കേളി ബ്രേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എൽസ്, ഈ ഇഫിന്റെ എൽസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഇഫിന്റെ എൽസ്, ഇതിന്റെ എൽസ് അല്ല, ഈ ഇഫിന്റെ എൽസ്. ഓക്കെ, അപ്പൊ ഇഫ് എൽസിന്റെ അടുത്ത വേർഷൻ ആണ് എന്ത്? നെസ്റ്റഡ് ഇഫ്. അപ്പൊ ഇവിടെ എന്തുണ്ടായിരിക്കും? ഇഫ് എൽസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇഫ് എൽസ് എന്താണ്? ഒരു ഇഫിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇഫ് കണ്ടീഷൻ 2 സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തു, ദെൻ ആ കണ്ടീഷൻ തെറ്റാവുന്ന സമയത്ത് എൽസ്. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കണ്ടീഷൻ തെറ്റാവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് പ്രിന്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഇവിടെ ഇഫ് എൽസ്, അപ്പൊ ഇതിന്റെ ഉള്ളിൽ ആ ഇഫ് എൽസും കഴിഞ്ഞു. ദെൻ ഇവിടെ ഒരു ഇഫ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്ത ആ ഇഫിന്റെ എൽസ് ആണ് പിന്നെ എൽസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ നമുക്ക് ആവശ്യമായ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ജനറൽ സിൻടാക്സ്. ഇഫ് കണ്ടീഷൻ 1, ദെൻ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താണോ നമുക്ക് ആവശ്യമായ എക്സിക്യൂഷൻ ചെയ്യുന്നു. ദെൻ അത് തെറ്റാണെങ്കിൽ, ഇഫ് കണ്ടീഷൻ ട്രൂ ആണ്, അത് പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് തെറ്റാണെങ്കിൽ അതിന്റെ എൽസിലേക്ക് വരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം ഈ കണ്ടീഷൻ തന്നെ തെറ്റാണെങ്കിൽ നേരെ എന്തിലേക്ക് വരുന്നു? ഈ എൽസിലേക്ക് വരുന്നു. ഈ കണ്ടീഷൻ തെറ്റാണ്, പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് പോവില്ല, നേരെ എൽസിലേക്കാണ് വരിക. എന്നിട്ട് അവിടെ എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ വളരെ ഈസി ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പൊ ഞാനിവിടെ ഇന്റ് I equals 30, ദെൻ ഞാൻ ഇഫ് കണ്ടീഷൻ കൊടുത്തു. ഇഫ് I less than 50, I 50നേക്കാൾ ചെറുതാണെങ്കിൽ, ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. പിന്നെയും ഞാൻ ഇഫ് കൊടുത്തു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇഫ് കേളി ബ്രേസ് ഓപ്പൺ ചെയ്താൽ പിന്നെ ഇഫ് ആണല്ലോ. വീണ്ടും ഞാൻ കണ്ടീഷൻ കൊടുക്കുകയാണ് I less than 25. I less than 50 ആണ്, I less than 25 ആണോ നോക്കി. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ലെസ് ദാൻ 25. ഞാൻ എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെസ് ദാൻ 25 എന്ന് പ്രിന്റ് ചെയ്തു. ഡബിൾ കോട്സിന്റെ ഉള്ളിൽ എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യുമല്ലോ. ലെസ് ദാൻ 25 എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഇഫിന്റെ എൽസ് നമ്മൾ നേരത്തെ ഇവിടെ ഡിസ്കസ് ചെയ്ത അതേപോലെ ഈ ഇഫിന്റെ എൽസിൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യേണ്ടത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ബിറ്റ്വീൻ 25 and 50 ഡബിൾ കോട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അല്ലടോ, 50നേക്കാൾ ചെറുതാണ്, പക്ഷെ 25നേക്കാൾ ചെറുതല്ല. അതാണല്ലോ എൽസ്. 50നേക്കാൾ ചെറുതാണെങ്കിൽ ഇവിടേക്ക് വന്നു. ഇവിടെ എന്താണ്? 25നേക്കാൾ ചെറുതാണ് നോക്കി. അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ എൽസ്, അതായത് 25ന്റെ 50ന്റെ ഇടയിലാണ്. അതാണ് അവിടെ ബിറ്റ്വീൻ 25 and 50 എന്ന് പ്രിന്റ് ചെയ്യുന്നത്.
വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ ഇഫ് അതിന്റെ എൽസ്, ദെൻ ഇവിടെ ഒരു ഇഫ് ഉണ്ടല്ലോ അതിന്റെ എൽസ്, അതായത് 50നേക്കാൾ ചെറുതെന്നുള്ള കണ്ടീഷൻ ആദ്യം തന്നെ തെറ്റാണെങ്കിൽ നേരെ എങ്ങോട്ടാണ് വരുന്നത്? നേരെ ഇവിടെയുള്ള എൽസിലേക്കാണ് വരുന്നത്. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് എക്സിക്യൂഷൻ പോകുന്നില്ല, ഇതിന്റെ ഉള്ളിലേക്ക് കൺട്രോൾ പോകുന്നില്ല. ഇവിടെ എൽസിലേക്ക് വന്നു, ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഗ്രേറ്റർ ദാൻ 50. ഓക്കെ, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു കേസിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ബിറ്റ്വീൻ 25 ആൻഡ് 50 എന്നാണ്. കാരണം എന്താ? ഐന്റെ വാല്യൂ 30 ആണ്. അതുകൊണ്ട് എന്തായിരിക്കും ആൻസർ വരിക? 25ന്റെയും 50യുടെയും ഇടയിലാണ് എന്നുള്ളതാണ് ഇവിടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഇവിടെ i = 100 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 50 എന്നാണ് ഔട്ട്പുട്ട് വരിക. ഓക്കെ, ഈ രീതിയിലാണ്. ഇതാണ് നെസ്റ്റഡ് ഇഫ്. ഇവിടെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒരു ഇഫ്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫും ആ എൽസും, ദെൻ ആ ഇഫിന്റെ എൽസ് കണ്ടീഷൻ ഏറ്റവും അവസാനം വരുന്നു. ഓക്കെ, ഇതാണ് നെസ്റ്റഡ് ഇഫ്. ഇനി ഏറ്റവും ലാസ്റ്റ് ഇതിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ്സിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് എൽസ് ഇഫ് ലാഡർ. ഇതിൽ നാലാമത്തതാണ് എൽസ് ഇഫ് ലാഡർ. ഈ ഒരു ടേമിൽ തന്നെ ഉണ്ട് ലാഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിങ്ങനെ ലാഡർ പോലെ ഒരുപാട് എൽസ് ഇഫ് വരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ ആദ്യം നമ്മൾ നോക്കേണ്ടത് സിൻടാക്സ് ആണ്. എന്താണ് സിൻടാക്സ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഞാൻ ഇതേപോലെ തന്നെയാണ് ഇഫ് കൊടുക്കുന്നു, ദെൻ കണ്ടീഷൻ, ഞാൻ ഇവിടെ കണ്ടീഷൻ 1 കൊടുക്കുന്നു. ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്താണ്? എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് 1 പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ അല്ല, ഇനി വേറൊരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണം. ഇത് ട്രൂ അല്ല, എന്നിട്ട് നമ്മൾ എന്താണ്? വേറൊരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ കൊടുക്കുകയാണെന്ത്? എൽസ് ഇഫ്, എൽസ് ഇഫ്, എൽസ് ഇഫ്, എന്നിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണ്? നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്. കണ്ടീഷൻ 2 വേറൊരു കണ്ടീഷനാണ്. ദെൻ അത് ട്രൂ ആണെങ്കിൽ സം സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് 2 എന്നായിക്കോട്ടെ. ഓക്കെ, ഇനി ഈ കണ്ടീഷനും ട്രൂ അല്ല, അപ്പൊ നമ്മൾ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ പിന്നെ എന്ത് കൊടുക്കുന്നു? എൽസ് ഇഫ്, എൽസ് ഇഫ് കണ്ടീഷൻ 3, എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു. ഇങ്ങനെ തുടർന്ന് പോകുന്നു. എത്ര എൽസ് ഇഫ് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഒരു ഇഫ് കഴിഞ്ഞിട്ട് എൽസ് ഇഫ് എത്ര വരാം? എത്ര വേണമെങ്കിലും വരാം. ഒരു ലാഡർ പോലെയാണ്. എൽസ് ഇഫ് കണ്ടീഷൻ 2, എൽസ് ഇഫ് കണ്ടീഷൻ 3, എൽസ് ഇഫ് അങ്ങനെ പോകുന്നു. അങ്ങനെ പോയിട്ട് ഏറ്റവും അവസാനം എന്തുണ്ടാവും? ഏറ്റവും അവസാനം ഇതൊന്നും അല്ലെങ്കിൽ, ഈ കണ്ടീഷനുകൾ ഒന്നും അല്ലെങ്കിൽ എന്താണ്? ഇതൊന്നും അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? അതാണ് എൽസ്. ഏറ്റവും അവസാനം അവിടെ എൽസ് ഇഫ് ഉണ്ടാവില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എൽസ് ഇഫ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്തുണ്ടായിരിക്കും? ഒരു എൽസ് ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നു. സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ജനറൽ സിൻടാക്സ്. വളരെ ഈസിയാണ്. ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് ട്രൂ അല്ലെങ്കിൽ എൽസ് ഇഫ്, പിന്നെ ഒരു കണ്ടീഷനോട് ചെക്ക് ചെയ്യുന്നു, അതും ട്രൂ അല്ലെങ്കിൽ എൽസ് ഇഫ്, വേറൊരു കണ്ടീഷൻ, അങ്ങനെ എത്ര എൽസ് ഇഫ് വേണമെങ്കിലും കൊടുക്കാം. അവസാനം ഇതൊന്നും ട്രൂ അല്ലെങ്കിൽ എൽസ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നു? അവിടെ നമുക്ക് ആവശ്യമായ സ്റ്റേറ്റ്മെന്റ്സ് അവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്നു. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇഫ് ഞാനിവിടെ പിന്നെ മാർക്ക് കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യാണ്. അതൊന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു എന്താ പറയുക, ഇതിന്റെ സിൻടാക്സിൽ വരുന്ന ആ ഒരു ഏരിയ മാത്രമാണ് ഇവിടെ പ്രോഗ്രാമാറ്റിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 90, അപ്പൊ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ എൻ്റർ ചെയ്ത മാർക്ക്, ഓക്കെ, മാർക്ക് എൻ്റർ ചെയ്ത മാർക്ക് 90നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ പറയാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എഴുതരുതേ. ഞാനിത് വളരെ ഷോർട്ടാക്കി പറയാണ്. നിങ്ങൾ എഴുതുമ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println തന്നെ എഴുതണം. ഞാനിവിടെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println, എന്നിട്ട് ഞാൻ ഗ്രേഡ് ഈക്വൽസ് A+. ഓക്കെ, മാർക്ക് 90നേക്കാൾ കൂടുതലാണ്, ഞാൻ പ്രിന്റ് ചെയ്യുന്നു, ഗ്രേഡ് A+ ആണ് പ്രിന്റ് ചെയ്യുന്നു. then curly brace ക്ലോസ് ചെയ്തു. എൽസ് ഇഫ്, എന്നിട്ട് മാർക്ക് ഗ്രേറ്റർ ദാൻ 80, 80നേക്കാൾ കൂടുതലാണെങ്കിൽ ഞാൻ അവിടെ പ്രിന്റ് ചെയ്യുന്നു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓഫ് ഗ്രേഡ് ഈക്വൽസ് A. ഗ്രേഡ് ഈക്വൽസ് A എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇനി അതല്ല, അത് കഴിഞ്ഞു. then എൽസ് ഇഫ്, curly brace ക്ലോസ് ചെയ്തു. then എൽസ് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 70, അങ്ങനെയാണ് ഞാൻ പ്രിന്റ് ചെയ്യുന്നു സിസ്റ്റം ഡോട്ട്
ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഓഫ് ഗ്രേഡ് ഈക്വൽസ് ബി പ്ലസ് ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാലോ. അപ്പോൾ ഇവിടെ ബി പ്ലസ് ബി അങ്ങനെ വന്നു. ഇനി അവസാനം നിങ്ങൾ ഒരു 30 താഴെ ആവുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഫെയിൽഡ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എന്താണ് ഈ കണ്ടീഷൻ ഒന്നും അല്ലെങ്കിൽ നമ്മൾ എൽസ് കൊടുക്കുന്നു. എൽസ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഓഫ് ഫെയിൽഡ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇതോടുകൂടി ഈ പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ 70 കഴിഞ്ഞ അടുത്ത എന്തായിരിക്കും ഇതിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ട് കേട്ടോ, എക്സെട്ര ഉണ്ട്. അതിന്റെ ഏറ്റവും അവസാനമാണ് എന്ത് വരുന്നത് എൽസ് വരുന്നത്. 70 ഇനി അടുത്ത് 60 പിന്നെ എന്താണ് 50 പിന്നെ 40 then 30 30 കൂടുതലാണെങ്കിൽ വരെ നമ്മൾ പാസ് എന്നുള്ള ഗ്രേഡ് കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള നമ്മളാണ് കേട്ടോ ഡിസൈൻ ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനി അത്രയില്ലെങ്കിൽ 30 താഴെയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നു ഫെയിൽഡ് ആണെന്ന് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരാളെ മാർക്ക് ഇപ്പൊ ഇവിടെ 75 മാർക്കാണ് ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുക? ആദ്യം മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആണോ എന്ന് ചെക്ക് ചെയ്തു. മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആണോ? അല്ല. കാരണം എന്താ മാർക്ക് 75 90 കൂടുതലാണോ? അല്ല. അപ്പൊ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരുന്നു, എൽസിഫിലേക്ക് വരുന്നു. ഇവിടെ നോക്കും മാർക്ക് ഗ്രേറ്റർ ദാൻ 80 ആണോ? അല്ല. അപ്പൊ ഈ കണ്ടീഷനും തെറ്റി. അപ്പൊ നേരെ എങ്ങോട്ട് വന്നു, എൽസിഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 70 ആണോ? 70 കൂടുതലല്ലേ 75, അതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്യുന്നു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഗ്രേഡ് ഈക്വൽ ടു ബി പ്ലസ്. അപ്പൊ 75 മാർക്ക് ഒരാൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഗ്രേഡ് ബി പ്ലസ് ആണെന്ന് പ്രിന്റ് ചെയ്ത് വരുന്നു. ഓക്കെ, ഇനി ഒരാളെ മാർക്ക് 25 ആണെന്ന് വിചാരിക്കാം, 30 കുറവാണ്, 25 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുക? ഫെയിൽഡ് എന്നാണ് കിട്ടുക. കാരണം ഇങ്ങനെ ഓരോ കണ്ടീഷനും ചെക്ക് ചെയ്ത് തരുമ്പോൾ ഒരു കണ്ടീഷനിലും എന്താവില്ല, ട്രൂ ആവില്ല. അപ്പൊ അവസാനം എന്താവും, എൽസ് എന്നുള്ളതിൽ എന്താണോ ഉള്ളത് എന്ന് പറഞ്ഞാൽ 25 ആണെങ്കിലും 10 ആണെങ്കിലും 5 ആണെങ്കിലും 0 ആണെങ്കിലും ഒക്കെ എന്താണ് ഫെയിൽഡ് എന്നാണ് പ്രിന്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ എൽസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരു ഇതിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ് വളരെ ഈസിയാണ്. എൽസിഫ് ലാഡർ ആണ്, ഒരു ഇഫ്, ഒരുപാട് എൽസിഫ്, അവസാനം ഒരു എൽസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്സിൽ പറയാനുള്ളത്. ഇനി നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കാനുള്ളത്. ഇഫ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ്. എന്തായിരിക്കും സ്വിച്ച്? ഇറ്റ് ഈസ് മൾട്ടിവേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ജാവ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർസ് ദ വാല്യൂ ആൻഡ് എക്സിക്യൂട്ട് വൺ ഓഫ് ദ കേസ് ബ്ലോക്ക്. ഇവിടെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കേസ് ബ്ലോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അവിടെ വാല്യൂ കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ സിൻടാക്സും ആ ഒരു എക്സാമ്പിളും ഡിസ്കസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതെന്താണ് മൾട്ടിവേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഇവിടെ വാല്യൂ കമ്പയർ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കേസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ഗിവൺ കണ്ടീഷൻ, ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇതിന്റെ സിൻടാക്സ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. സിൻടാക്സ് ആദ്യം സ്വിച്ച് എന്നുള്ളത് ഒരു കീവേഡ് ആണ്. ദെൻ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നു. ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ നമ്മളിവിടെ കേസ് എന്നുള്ളത് കീവേഡ് ആണ്, ഇവിടെ മാറ്റി എഴുതാൻ പറ്റൂല. കേസ് എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതണം. ദെൻ വാല്യൂ 1 ഇത് ഐഡന്റിഫയർ ആണ്, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ദെൻ കോളൻ, കേസ് വാല്യൂ 1 കോളൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോളൻ അത് ഓർത്ത് വെക്കുക, കോളൻ. എന്നിട്ട് ഈ വാല്യൂ 1 ആവുന്ന കേസിൽ എന്താണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 എഴുതുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 സെമി കോളൻ. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രേക്ക്, ഓരോ കേസ് കഴിയുമ്പോൾ നമ്മളിവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കണം. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു ബ്രേക്ക് കൊടുത്തു. ദെൻ കേസ് വാല്യൂ 2 കോളൻ കൊടുത്തുന്നു. ദെൻ അതിനുശേഷം ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2, ഈ വാല്യൂ 2 ആവുന്ന സമയത്ത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് വർക്ക് ചെയ്യാനുള്ളത് അത് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് 2 എഴുതി. അത് കഴിഞ്ഞാലും എന്തുണ്ട്, ബ്രേക്ക് ഉണ്ട്. ഓക്കെ, സെമി കോളൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ എത്ര കേസ് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ എൽസിഫ് ലാഡറിൽ പറഞ്ഞ പോലെ എത്ര കേസ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അപ്പോൾ എക്സെട്ര നമ്മളിവിടെ എന്താണ് കേസ് വാല്യൂ n, ഇവിടെ ജനറലി നമ്മൾ n കൊടുക്കുകയാണ്. ദെൻ കോളൻ, ഇവിടെ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് n, എന്നിട്ട് ബ്രേക്ക് കൊടുക്കുന്നു, സെമി കോളൻ. ഓക്കെ, ഇനി ഈ കേസ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എൽസിഫ് ലാഡറിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനം ഒരു എൽസ് കൊടുത്തു. അതേപോലെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഡീഫോൾട്ട് എന്ന് പറയുന്നൊരു കേസ് ഉണ്ട്.
ഡീഫോൾട്ട് കഴിഞ്ഞിട്ട് കോളം കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ്സ്, നമ്മൾ ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് അവിടെ കൊടുക്കുന്നു. ദെൻ അതിനുശേഷം ബ്രേക്ക് കൊടുക്കുന്നു. ഓക്കെ, ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇതാണ്. ഒരുപാട് കേസുകളാണ് ഉണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു കേസാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഒരു കേസും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് കേസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എക്സാമ്പിൾ സ്വിച്ചിന് എക്സാമ്പിൾ ആണ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ സ്വിച്ച് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നു. അതിൻ്റെ മുമ്പ് നമ്മളിവിടെ ഇൻറ്റ് i ഈക്വൽസ് 1 ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസും ചെയ്തു. ദെൻ സ്വിച്ച് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചു. ബ്രാക്കറ്റിനുള്ളിൽ ഐ, സ്വിച്ച് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ എക്സ്പ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്, ഈ ഐ എന്നുള്ളത് ഇവിടുത്തെ ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ വരിക. ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, കേസ് 0, എന്നിട്ട് ഇവിടെ കോളൻ ആണ്, സെമി കോളൻ അല്ല, കോളൻ ആണ്. കേസ് 0 നമ്മളവിടെ സിൻടാക്സിൽ എന്താ പറഞ്ഞത്, കേസ് വാല്യൂ 1. ഇപ്പൊ ഇവിടെ എന്താണ് വാല്യൂ 1 എന്നുള്ളത് നമ്മളൊരു ഐഡന്റിഫയർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത് 0. ഓക്കെ, അപ്പൊ 0 ആണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ, എന്നിട്ട് ഞാൻ എന്താകുന്നു i ഈസ് 0 എന്ന് പ്രിന്റ് ചെയ്യുന്നു. എനിക്ക് ഇഷ്ടമുള്ള പ്രിന്റ് ചെയ്യാം. ദെൻ അതിനുശേഷം എന്ത് കൊടുക്കുന്നു, ബ്രേക്ക് സെമി കോളൻ. ഓക്കെ, ഇനി കേസ് 1 ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കോളം കൊടുത്തു. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ i ഈസ് 1. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് കൊടുത്തു, ബ്രേക്ക്. എന്നിട്ട് ഓക്കെ, രണ്ട് കേസ്, ഞാൻ ഫോർ എക്സാമ്പിൾ 2 കേസാണ് പറയുന്നത്. നമുക്ക് 2, 3 എത്ര വേണേൽ കൊടുക്കട്ടോ. ഇനി ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഡീഫോൾട്ട് ഞാൻ എന്താ കൊടുക്കുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ i ഈസ് ഗ്രേറ്റർ ദാൻ 9. നമ്മളിവിടെ അസംഷൻ എന്താണ്, i 0 1 2 3 4 അങ്ങനെ 9 വരെ ഉണ്ട്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ 9 ആണ് എന്ത് ഡീഫോൾട്ട് ആവുന്ന കേസിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ ഡിജിറ്റ് നമ്മൾ ഡെസിമൽ എഴുതുമ്പോൾ 0 1 എക്സെട്ര ഏതുവരെ 9 വരെ ഉള്ളത്. 9നേക്കാൾ വലുതാവുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് പറയുന്നു, i ഈസ് ഗ്രേറ്റർ ദാൻ 9 ആണെന്ന് പ്രിന്റ് ചെയ്യുന്നു, ഡീഫോൾട്ട് കേസ്. അപ്പൊ ഞാനിവിടെ 2 കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഇപ്പൊ ഈ ഒരു കേസ് ആണെങ്കിൽ ഇവിടെ ഐന്റെ വാല്യൂ എന്ത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, 1 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഇതിലേക്കാണ് പോവുക, കൺട്രോൾ കേസ് 1. കേസ് 0 ആണോ, അല്ല, കാരണം ഇവിടെ 0 ആണ് വാല്യൂ കമ്പയർ ചെയ്തു. ദെൻ കേസ് 1ലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, i ഈസ് 1 എന്ന് പ്രിന്റ് ചെയ്യുന്നു. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുന്നു, ഈ സ്വിച്ചിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ആവുന്നു. ഈ രീതിയിലാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ കേസ് വാല്യൂ എന്നുള്ളത്, ഈ വാല്യൂ എന്തായിരിക്കണം, ഈ വാല്യൂ എന്നുള്ളത് ഐഡന്റിഫയർ എന്നല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡന്റിഫയർ അല്ല. ഈ വാല്യൂ എന്നുള്ളത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് എന്താണോ ആ ടൈപ്പ് തന്നെ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ എക്സ്പ്രഷന്റെ ടൈപ്പ് ഉണ്ടല്ലോ, എക്സ്പ്രഷൻ i ആണ്, അതിന്റെ ടൈപ്പ് എന്താ, ഇന്റ്. അപ്പൊ ഈ വാല്യൂ ഒക്കെ എന്തായിരിക്കണം, ഇന്റിജർ ആയിരിക്കണം. ഇനിയിപ്പോ ഇവിടെ ഞാൻ കൊടുക്കുന്ന ടൈപ്പ് ക്യാരക്ടർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ക്യാരക്ടർ ആയിരുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഒക്കെ എന്തായിരിക്കണം, ഈ വാല്യൂ ഒക്കെ എന്തായിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം. അതായത് നമ്മൾ എക്സ്പ്രഷനിൽ കൊടുക്കുന്നതിന്റെ ടൈപ്പ് എന്താണ്, എക്സ്പ്രഷൻ എന്താണോ അതിന്റെ ടൈപ്പ്. ഇവിടെ എക്സ്പ്രഷൻ i ആണ്, അതിന്റെ ടൈപ്പ്. അപ്പൊ ഇതെല്ലാം എന്തായിരിക്കണം, കേസ് വാല്യൂ ഒക്കെ എന്തായിരിക്കണം, ഇന്റിജർ ആയിരിക്കണം. ഇനി എക്സ്പ്രഷൻ ക്യാരക്ടർ ആണെങ്കിൽ വാല്യൂ ഒക്കെ എന്തായിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം. അതായത് ഇത് കോൺസ്റ്റൻസ് ആയിരിക്കണം, ലിറ്ററൽസ് ആയിരിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക, യുണീക്ക് ആയിരിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. കുറെ എന്താണ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ കമ്പൈൽ ടൈം എറർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ വാല്യൂ എന്നുള്ളത് എന്താണ്, ഇവിടെ എക്സ്പ്രഷനിൽ നിങ്ങൾ കൊടുക്കുന്നതിന്റെ ടൈപ്പ് എന്താണ്, ആ ടൈപ്പിലുള്ള വാല്യൂ ആയിരിക്കണം, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കൺട്രോൾ ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇഫ് എന്താണ്, ഇഫിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് എന്താണ്, സ്വിച്ച് എന്താണ്, വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.